പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 മേടമാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. അതായത് 2026 ഏപ്രിൽ മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 3-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നാം ചർച്ച ചെയ്യുമ്പോൾ പൂരം നക്ഷത്രത്തിലാണ് 27-ാം തീയതി ചന്ദ്രൻ്റെ സ്ഥാനം ചിങ്ങൻ രാശിയിൽ. മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു, ഇടവത്തിൽ ശുക്രൻ, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ചന്ദ്രനോടുകൂടെ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ചൊവ്വ, ബുധൻ, ശനി. ഇവിടെ മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഈ വാരത്തിൽ പ്രത്യേകിച്ച് ശുക്രന് സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ചാരപശാലുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പിന്നീട് സൂര്യൻ ഇപ്പോഴും അത്യുച്ഛം വിട്ടു നിൽക്കുന്നു. പ്രതിതശ്ചതുരഃ അടനഃ അല്പവിത്തഃ ക്രിയേതു ആയുധഭൃത് വിതുംഗഭാവേ. മേടത്തിൽ ഉച്ച ക്ഷേത്രം മേടം 10 വരെയുള്ള സമയത്ത് സൂര്യൻ പ്രതിതഃ ചതുരഃ പ്രശസ്തനും സമർത്ഥനുമാകുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ സൂര്യൻ്റെ ആ പ്രഭാവം അത്ര കണ്ട് ആചാര്യൻ വിശദീകരിച്ചിട്ടില്ല. വിതുംഗഭാവേ, ഉച്ചം ഭാവം കഴിഞ്ഞുള്ള സമയത്ത് മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ അടനഹ അല്പവിത്തഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സഞ്ചരിക്കുക, അല്പവിത്തഹ, ധനപരമായ വിഷയത്തിൽ പൂർണ്ണത ലഭിക്കാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബുധൻ നീചസ്ഥനാണ് ഇന്നത്തെ ഈ രാശിപ്രകാരം. ബുധൻ മീനത്തിൽ തന്നെ നിൽക്കുന്നു. ഏതായാലും ഓരോ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ശുക്രൻ, 2-ാം ഭാവത്തിൽ വ്യാഴം, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ കേതു, 10-ാം ഭാവത്തിൽ രാഹു, 11-ൽ സൂര്യൻ ചൊവ്വ ശനി, 12-ാം ഭാവത്തിൽ സൂര്യൻ. 12-ൽ സൂര്യൻ നിൽക്കുമ്പോൾ പലപ്പോഴും രാത്രി യാത്ര, അസമയത്തുള്ള യാത്ര ശ്രദ്ധിക്കണം. പിതൃവ്യാപദോ ഹാനിരധ്വപ്രദേശേ, വഴിയിൽ വെച്ച് അപകടമുണ്ടാകും. പിതൃവ്യാപദ, അച്ഛൻ മുതലായവർക്കുണ്ടാകുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം. പൂർവമായ സ്വത്ത് നഷ്ടപ്പെടുക, സ്വത്ത് വിറ്റുപോവുക, സ്വത്ത് ശ്രദ്ധിക്കാതെ ബാങ്കിൽ വെച്ചിട്ട് അതിൻ്റെ രേഖകൾ എടുക്കാൻ പറ്റാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു വാരമാണിത്. ശാരീരികമായി ഡിസ്ക്, നടു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ചുമ കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, എലർജി, അതുപോലെ കുട്ടികൾക്ക് എപ്പിലെപ്സി, അപസ്മാരവുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, ഈ വക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചുള്ളൊരു വിഷയം ന്യൂമോണിയ വരാതെ നോക്കേണ്ടുന്ന വാരമാണ്. കഫജന്യമായ ബുദ്ധിമുട്ടുകൾ, അത് പനിയാവുക, ഈ രീതിയിൽ ചില ബുദ്ധിമുട്ടുകൾ വരും. ഇവിടെ ലഗ്നത്തിൽ ശുക്രൻ പലപ്പോഴും നല്ല വസ്ത്രം ധരിക്കുവാനും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാനും നല്ല ചിന്തകൾ, ഉയർന്ന രീതിയിലുള്ള ചിന്തകൾക്കും അനുകൂലമായ സമയമാണ്. നല്ല ബുദ്ധി, നല്ല ധനം, നല്ല ശക്തി, ഇതൊക്കെ പ്രദാനം ചെയ്യും ഇടവം രാശിയിലെ ശുക്രൻ. നല്ല ബന്ധങ്ങളുണ്ടാകുക, ബന്ധത്തിലൂടെ തനിക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു കരുത്ത് തരും. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്കുമാല പായസം സമർപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ അർച്ചന ചെയ്യണം. ഒരു കൊട്ടിയൊരു ഉത്സവമൊക്കെയാണ് വരുന്നത്. അതിനാൽ ശിവാർപ്പണം ചെയ്യുന്നത് വളരെ ഗുണമാണ്. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ആദ്യത്തെ ഹൃദയമന്ത്രം ജപിച്ച് ശിവന് കൂവളമാല ജലധാര വഴിപാടായി സമർപ്പിച്ച് ഈ വാരത്തെ നന്നാക്കുക. കർമ്മമേഖലയിലൊന്നും ദോഷമില്ല. ധനപരമായ വിഷയത്തിലും നന്മകൾ വരും. എഴുത്തുകാർക്ക്, ഭാവനാസൃഷ്ടിയുമായി ബന്ധപ്പെടുന്നവർക്ക് വളരെയധികം തങ്ങളുടെ ഭാവനകൾക്ക് അംഗീകാരം ലഭിക്കുന്ന വാരമാണിത്. കർമ്മമേഖല ശാന്തമായി തന്നെ മുന്നോട്ട് പോകും. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമസ്തേ.